പാലക്കാട് ജില്ലയിലെ ചെർപ്പുളശ്ശേരി കുന്തിപ്പുഴയുടെ തീരത്ത് വെള്ളിനൈ എന്ന ഗ്രാമത്തിലാണ് ഒളപ്പമണ്ണമന സ്ഥിതി ചെയ്യുന്നത്. വളരെ ഗ്രാമീണ ഭംഗി തോന്നിപ്പിക്കുന്ന ഒരിടം തന്നെയായിരുന്നു ഒളപ്പമണ്ണമന. ചുറ്റുമുള്ള വീടുകളും പ്രദേശങ്ങളും എല്ലാം തന്നെ ഇക്കാലത്ത് അപൂർവമായി കാണുന്ന ഇത്തരം കാഴ്ചകൾ ഡോക്യുമെൻ്ററിയുടെ ഭാഗമായി പോയ ഞങ്ങൾക്ക് എല്ലാവർക്കും ഒരു പുതു അനുഭവം തന്നെയായിരുന്നു. വെള്ളിനൈ കലാഗ്രാമം എന്നാണ് അറിയപ്പെടുന്നത്. കലകൾ കൊണ്ടും കൃഷി കൊണ്ടും സംസ്കൃതി കൊണ്ടും വളരെ മുന്നിൽ നിൽക്കുന്ന ഗ്രാമമാണ് വെള്ളിനൈ. വെള്ളിനൈ ഗ്രാമത്തിലെ ഒളപ്പമണ്ണ നമ്പൂതിരി കുടുംബത്തിൻ്റെ തറവാട് വീടാണ് ഒളപ്പമണ്ണമന. ഇന്ന് കേരളത്തിൽ അപൂർവമായി അവശേഷിച്ചിട്ടുള്ള 8 കെട്ടിൽ ഒന്നാണ് ഒളപ്പമണ്ണമന. മഹാകവി ഒളപ്പമണ്ണയുടെ ജന്മസ്ഥലം കൂടിയാണിവിടം. മനയുടെ വടക്കിനയിൽ ഭഗവതിയുടെ ശ്രീചക്ര പ്രതിഷ്ഠയുണ്ട്. ഒളപ്പമണ്ണമന രൂപവൽക്കരിച്ച ദേവി പ്രസാദം ട്രസ്റ്റാണ് മനയുടെ സംരക്ഷണവും പരിപാലനവും നിർവഹിക്കുന്നത്. 200 വർഷങ്ങൾക്ക് മുമ്പ് കഥകളിയിലെ കല്ലുവൈ ചിട്ടയ്ക്ക് രൂപം നൽകിയത് ഒളപ്പമണ്ണ മനക്കാരായിരുന്നുവെന്നാണ് പറയപ്പെടുന്നത്. മനയുടെ പ്രധാന നടുമുറ്റത്തിന് ചുറ്റുമുള്ള ഭാഗങ്ങളെ തെക്കിനി, വടക്കിനി, പടിഞ്ഞാറ്റിനി, കിഴക്കിനി എന്ന് പറയുന്നു. നടുമുറ്റത്തുള്ളത് അയ്യപ്പന്റെ ക്ഷേത്രവും വലതുഭാഗത്ത് വടക്കിനിയിൽ ഉള്ളത് തിരുവാതംകുന്ന് ഭഗവതിയുടെ പ്രതിഷ്ഠയുമാണ്. എത്ര കന്ന പത്രം മഞ്ജുവാർക്ക് ഞാൻ പറഞ്ഞു കൊടുത്തു. എന്താ വെച്ചാൽ മഞ്ജുവാറ വീട്ടുണ്ടാവുള്ളൂ. അപ്പൊ തന്നെ ഇതിന്റെ ഐതിഹ്യം പറഞ്ഞു പോരും. ഞാൻ കണ്ടു പോയി. ഒളപ്പമണ്ണമനയിലും ജാതി വ്യവസ്ഥയുടെ ഭാഗമായി വിവേചനങ്ങൾ വ്യാപകമായിരുന്നു. മനയുടെ മുൻവശത്തിലൂടെ താഴ്ന്ന ജാതിക്കാർക്ക് വരാൻ അനുവാദമുണ്ടായിരുന്നില്ല. താഴ്ന്ന ജാതിക്കാർക്ക് മുന്നിലൂടെ പ്രവേശിക്കാൻ കഴിയാത്തതിനാൽ അവർ പിറകുവശത്തോടെ പ്രവേശിച്ച് അവർക്കുള്ള ആവശ്യങ്ങൾ പ്രത്യേകിച്ച് ഭക്ഷണം വാങ്ങുന്നതായിരുന്നു പതിവ്. ധാരാളം മലയാള സിനിമകൾക്ക് പശ്ചാത്തലമായിട്ടുള്ള ഈ മന പരിണയം, നരസിംഹം, ഇലവങ്കോട് ദേശം, നനം, മാടമ്പി, ദ്രോണ, ആമ, ഒടിയൻ, ആകാശഗംഗ, ആറാം തമ്പുരാൻ, പ്രമേകം, തുഞ്ച, ആറാം തമ്പുരാനിലെ വീടിൻ്റെ ഉൾഭാഗങ്ങൾ എന്നിവൻ്റെ മോദിയിലെ പഞ്ചായത്ത് പ്രസിഡന്റിൻ്റെ വീട് ഒക്കെ ഈ മനയിലാണ് ഷൂട്ട് ചെയ്തിട്ടുള്ളത്. പണ്ട് കാലങ്ങളിൽ ഉപയോഗിച്ച പല്ലക്ക് വരെ സൂക്ഷിച്ചിട്ടുണ്ട്. വടക്കിനിടെയും കെട്ടിനെയും ഇടയിലുള്ള ഭാഗമാണ് രണ്ടാമത്തെ നടുമുറ്റം. പണ്ട് കാലത്ത് സ്ത്രീകൾ ഈ ഭാഗത്ത് മാത്രമാണ് ഉപയോഗിച്ചിരുന്നത്. അവർ പുറം ഭാഗങ്ങളിലേക്കോ പുരുഷന്മാർ ഉള്ളിടത്തേക്കോ വരാറില്ല. 300 വർഷം അടച്ചിട്ട വാതിൽ മനയിലുണ്ട്. ക്ഷേത്രത്തിൻ്റെ വാതിലാണത്. തൊട്ടടുത്തുള്ള വാതിൽ വഴിയാണ് പൂജകളും കർമ്മങ്ങളും ചെയ്യുന്നത്. മനയിലെ 10 പുരകളും താഴ്ഭാഗം നെല്ല് സൂക്ഷിക്കാനും മുകളിലെ ഭാഗം താമസിക്കാനുമാണ് ഉപയോഗിക്കുന്നത്. മനയിൽ ക്ലാസിക്കൽ മ്യൂസിക്, മൃദംഗം, ചെണ്ട, കഥകളി ഇവയെല്ലാം പഠിപ്പിക്കുന്നുണ്ട്. മനയോട് ചേർന്ന് തന്നെ വിശാലമായൊരു കുളവുമുണ്ട്. ഒളപ്പമണ്ണമന വിദ്യയുടെയും കലയുടെയും കേന്ദ്രമായിരുന്നു. കലയ്ക്കും സാഹിത്യത്തിനും ഒരുപാട് പ്രോത്സാഹനം നൽകിയ ഒരിടം കൂടിയാണ് ഈ മന. കേരളത്തിലെ പാലക്കാട് പട്ടണത്തിൻ്റെ ഹൃദയഭാഗത്തായി സ്ഥിതി ചെയ്യുന്ന കോട്ടയാണ് പാലക്കാട് കോട്ട. മൈസൂർ രാജാവായിരുന്ന ഹൈദരലി 1766 പണി കഴിപ്പിച്ച ഈ കോട്ട പിന്നീട് പിടിച്ചടക്കിയ ബ്രിട്ടീഷുകാർ കോട്ട പുനരുദ്ധരിച്ചു. പല വീരകഥകളും ഉറങ്ങുന്ന ഈ കോട്ട ഇന്ന് ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയാണ് സംരക്ഷിക്കുന്നത്. ഇന്ത്യയിലെ തന്നെ ഏറ്റവും നന്നായി സംരക്ഷിച്ചിരിക്കുന്ന കോട്ടകളിൽ ഒന്നാണ് പാലക്കാട് കോട്ട. ഇവിടുത്തെ ഭരണാധികാരിയായിരുന്ന പാലക്കാട് അച്ഛൻ സാമൂതിരിയുടെ ഒരു ആശ്രിതനായിരുന്നുവെങ്കിലും 18ാം നൂറ്റാണ്ടിന് മുമ്പ് സ്വതന്ത്ര ഭരണാധികാരിയായി. 1757 അദ്ദേഹം സാമൂതിരിയുടെ ആക്രമണ ഭീഷണിയെ ചെറുക്കാൻ മൈസൂർ രാജാവായിരുന്ന ഹൈദരലിയുടെ സഹായം അഭ്യർത്ഥിച്ചുകൊണ്ട് ഒരു സംഘം ആളുകളെ അയച്ചു. ഹൈദരലി ഈ അവസരം ഉപയോഗിച്ച് തന്ത്രപ്രധാനമായ പാലക്കാടിൻ്റെ ഭരണം പിടിച്ചെടുത്തു. അന്നു മുതൽ 1790 വരെ പാലക്കാട് കോട്ട തുടർച്ചയായി മൈസൂർ സുൽത്താൻമാരുടെയോ ബ്രിട്ടീഷുകാരുടെയോ ഭരണത്തിൽ കീഴിലായിരുന്നു. ബ്രിട്ടീഷുകാർ ഈ കോട്ട ആദ്യമായി പിടിച്ചടക്കിയത് 1768 കേണൽ വുഡ് ഹൈദരലിയുടെ കോട്ടകൾ ആക്രമിച്ചപ്പോഴാണ്. എങ്കിലും ഏതാനും മാസങ്ങൾക്കുള്ളിൽ ഹൈദർ കോട്ടയുടെ ഭരണം തിരിച്ചുപിടിച്ചു. 1780 കേണൽ ഫുള്ളർട്ടൺ 11 ദിവസം കോട്ട വളഞ്ഞുവെച്ച് കോട്ട പിടിച്ചടക്കി. എങ്കിലും അതിനടുത്ത വർഷം കോട്ടയുടെ നിയന്ത്രണം ഉപേക്ഷിച്ചു. പിന്നീട് കോട്ട സാമൂതിരിയുടെ സൈന്യത്തിനു കീഴിലായി. 1790 അവസാനമായി ബ്രിട്ടീഷുകാർ കേണൽ സ്റ്റുവാർട്ടിൻ്റെ നേതൃത്വത്തിൽ ഈ കോട്ട പിടിച്ചടക്കി. ഈ കോട്ട പുനരുദ്ധരിച്ച ബ്രിട്ടീഷുകാർ ശ്രീരംഗപട്ടണം ആക്രമിക്കുവാൻ ഒരു താവളമായി ഈ കോട്ടയെ ഉപയോഗിച്ചു. 19ാം നൂറ്റാണ്ടിൻ്റെ മധ്യം വരെ കോട്ട ബ്രിട്ടീഷ് സൈനിക സംരക്ഷണത്തിനായിരുന്നു. 1900ൻ്റെ തുടക്കത്തിൽ കോട്ട ഒരു താലൂക്ക് ഓഫീസായി രൂപാന്തരപ്പെടുത്തി.